ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാക്ഷിയുടെ അച്ഛൻ ആൻജിയോപ്ലാസ്റ്റിന് സമ്മതിക്കണമല്ലോ, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആകാശം നിർബന്ധിക്കുന്നുണ്ട്, അച്ഛനിത് ചെയ്യണം, വേറെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ആൻജിയോപ്ലാസ്റ്റ് എന്താണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ചെയ്യണം അച്ഛാന്ന് പറയുമ്പോൾ ഗോമതിയും പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്, ഒറ്റയ്ക്കാണെന്നുള്ള ഒരു പേടിയും തോന്നലും ഒന്നും വേണ്ടാന്ന്. അങ്ങനെ അച്ഛൻ അമ്മയോട് തന്നെ, മീനാക്ഷിയുടെ അമ്മയോട് തന്നെ ചോദിക്കുന്നുണ്ട്, അതെ നീ ഒരു കാര്യം ചെയ്യും, ഡോക്ടറോട് പറ എനിക്കതിന് സമ്മതമാണെന്ന്, ചെയ്തോളാൻ പറ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിനൊരു ആശ്വാസമാവാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഗോമതി പറയാം, നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഗോമതി പുറത്തേക്ക് പോവാം. കുറച്ച് സമയമായിട്ടും കാണാത്തതുകൊണ്ട് ആകാശ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അമ്മ എങ്ങോട്ടാണ് പോയെന്ന് നോക്കുമ്പോൾ ഓടിപ്പടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, അമ്മേ എങ്ങോട്ടാണ് പോയത്, ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ധർമ്മൻ ഇവിടെ വന്നിരുന്നു. അയ്യോ, മാമൻ വന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അതാ എന്നെ കാണാനാണ് വന്നത്. എന്തായാലും ശരി, വന്നു, ഇവിടെ വരെ വന്നിട്ട് എന്താ അകത്തേക്ക് കയറാത്തേ? അല്ല മോനെ, അതൊന്നുമല്ല, നമ്മളെ വീട്ടിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ് ഓടിപ്പടിച്ചിങ്ങി വന്നതല്ലേ, എന്തേലും കയ്യിലെടുത്തിരുന്നോ, കാശോ എന്തെങ്കിലും? ഒന്നും എടുത്തില്ലല്ലോ, അതുകൊണ്ട് അത് ധർമ്മനോട് കൊണ്ടുവരാൻ പറഞ്ഞതാ, അവൻ തന്നിട്ട് ഉടനെ തന്നെ പോയി എന്ന് പറയാം. കാശിൻ്റെ ആവശ്യമാണെങ്കിൽ അമ്മ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. എങ്ങനെയാടാ നിൻ്റെ കയ്യിലുണ്ടാവുന്നത്? അതെനിക്കറിയാം നിൻ്റെ കയ്യിലില്ല എന്നുള്ളത്. ഇല്ല അമ്മേ, ടൂറ് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങി നിന്നപ്പോൾ കുറച്ച് കാശ് ഞാൻ എടുത്തിരുന്നു, അതെൻ്റെ കയ്യിലുണ്ട്, അതല്ലേ ഉള്ളൂ. ഒരു ആശുപത്രി ചിലവും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അതുകൊണ്ട് എന്താവാനാ? നീ ഒരു കാര്യം ചെയ്യ്, ഇത് കയ്യിൽ വെക്ക്. മീനാക്ഷിയുടെ അച്ഛൻ്റെ ആവശ്യങ്ങൾക്ക് നീ തന്നെ മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അല്ലെങ്കിൽ തന്നെ കാശ് നിൻ്റെ കയ്യിലില്ലാതിരുന്ന അവരെന്താ വിചാരിക്കുക? അപ്പോഴാണ് ഇതെല്ലാം കേട്ടും കൊണ്ട് മീനാക്ഷി അങ്ങോട്ട് വരുന്നത്. അമ്മേ, എന്താ അമ്മേ, ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല, ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അമ്മ എന്താ പറയണേ? ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് അച്ഛൻ്റെ കയ്യിൽ കാശില്ലെന്നാണോ? അച്ഛൻ്റെ എല്ലാം ഉണ്ട്, അവരത് നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മോളെ, നമ്മളും കൂടെ ഒരു ഉത്തരവാദിത്തം വേണ്ടേ? എല്ലാ കാര്യത്തിനും ഓടി നടന്ന് ചെയ്യാനും എടുക്കാനും ഒക്കെ ഒരാൾ വേണം. അതൊക്കെ നമ്മളായിട്ടുണ്ട്. എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് തന്നെ വേണം. പിന്നെ അതുകൊണ്ടാണ് ഞാനത് ഇവനെ ഏൽപ്പിക്കുന്നത്. ഇത് മോൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചിലവാക്കാമല്ലോ. അമ്മയുടെ കയ്യിൽ എവിടുന്ന ഇത്രയും കാശെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതല്ലടാ, ഇത് എനിക്ക് അമ്മ തന്ന കാശാണ്. അമ്മ ആനന്ദിൻ്റെ കല്യാണത്തിന് വേണ്ടി അവന് കൊടുക്കാൻ തന്ന കാശാണ്. ഇതിപ്പോൾ നിനക്ക് ഉപകാരപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. നിൻ്റെ വിവാഹം കഴിഞ്ഞതല്ലേ, നിനക്കും പൈസ തരാനുള്ള ഒരു കടമ അമ്മയ്ക്കുണ്ടല്ലോ. അന്നതൊന്നും നടന്നില്ല. അപ്പോൾ ഒരു കുറവ് നികത്തിയിട്ട് ഈ കാശ് നിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറയാട്ടോ. എന്നിട്ട് മീനാക്ഷിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാം, മോളെ നീ വേറൊന്നും വിചാരിക്കരുത്. നീ അല്ലെങ്കിൽ തന്നെ ആരാ? നമ്മുടെ മോളല്ലേ. നിന്നെ ഞാൻ വേറെ ആയിട്ട് കണ്ടിട്ടുണ്ടോ? നിൻ്റെ അച്ഛനൊരു ആവശ്യം വന്നാൽ നമ്മളല്ലേ മുന്നോട്ട് ഇറങ്ങി എല്ലാം ചെയ്യേണ്ടത്. ആകാശ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് എല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നീ വേറെ ഒരു രീതിയിലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും മീനാക്ഷിയുടെ അച്ഛനോ അമ്മയ്ക്കോ തോന്നാൻ പാടില്ല നീ കഴിവ് കെട്ടവനാണെന്നും നിൻ്റെ കയ്യിൽ നിവൃത്തിയില്ലാത്തവനാണെന്നോ അവർക്ക് തോന്നാൻ പാടില്ല മോനെ. അത് നിനക്ക് മാത്രമല്ല വിഷമം ഉണ്ടാക്കുന്നത്. നിന്നെ വളർത്തി വലുതാക്കി ഇത്രയാക്കിയ എനിക്കും ബാലേട്ടനൊക്കെ അതിൻ്റെ ഒരു കുറവുണ്ടാവും. അതുകൊണ്ടാണ് നീ ഈ കാശ് വാങ്ങുന്നു പറഞ്ഞ് കൊടുക്കുക. അങ്ങനെ അത് കയ്യിൽ വാങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് ആകാശ് തന്നെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയാം, അമ്മ ഇത് തിരിച്ച് പോകുമ്പോൾ ഇത് ഓട്ടോയ്ക്ക് കൊടുക്കാമല്ലോ, ഇത് കയ്യിലിരുന്നോട്ടെ എന്ന്. അത് ഗോമതി വാങ്ങുക. എന്നിട്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട്, മീനാക്ഷി കടയിൽ എന്തായാലും ആകാശ് വരുന്നില്ല, ബാക്കി ധർമ്മന് രാമേട്ടനൊക്കെ ഉണ്ടല്ലോ, അത് മതി. തൽക്കാലം അച്ഛൻ്റെ അടുത്ത് ആകാശ് ഇരുന്നോട്ടെ. പിന്നെ മോളും ഉണ്ടല്ലോ, അമ്മയും നല്ലപോലെ നോക്കിക്കോണം, വിഷമിപ്പിക്കരുത്. ഞാനെന്തായാലും പോവുകയാണ്, മോളിവിടെ നിൽക്കട്ടെ, ആകാശ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്തുണ്ടെങ്കിലും ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിച്ച് അറിയിച്ചോളണം. ഒരാവശ്യം വന്നാൽ ആര്യനായാലും ഓടി അവിടെ എത്തിക്കോളും, അറിയാമല്ലോ എല്ലാവരെയും. ശരി അമ്മ, പോയിട്ട് വാ എന്ന് പറഞ്ഞ് മീനാക്ഷി അമ്മയെ പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ ഗോമതി നേരെ പോവാണ് വീട്ടിലേക്ക്. അകത്ത് കയറി ചെല്ലുമ്പോൾ അമ്മേനെയും അതുപോലെ തന്നെ മീനാക്ഷിയൊക്കെ നല്ലപോലെ ആശ്വസിപ്പിക്കുകയാണ് ആകാശ്. അങ്ങനെ പറഞ്ഞ് ഓരോന്നും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശ് പറയാം, അമ്മ കൊണ്ടുകൊണ്ടും പേടിക്കണ്ട, ആൾക്കാരില്ലെന്ന് ഒറ്റപ്പെടുന്ന അങ്ങനെയൊന്നും വിചാരിക്കരുത്. എൻ്റെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട്, എന്താവശ്യത്തിന് എല്ലാവരും ഓടി വരും. പിന്നെ അമ്മയ്ക്ക് വേറെ ആവശ്യങ്ങളുള്ളതുകൊണ്ട് അമ്മ വീട്ടിലേക്ക് പോയത്. ആരിനെ അത്യാവശ്യമാണെങ്കിൽ പറഞ്ഞു വിടാമെന്നും കൂടെ പറഞ്ഞിട്ടാണ് പോയത്. മോന് കടയിൽ പോകാനുള്ളതല്ലേന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും സാരമില്ല, കടയിൽ വേറെ ആളുണ്ട്, ഇപ്പോൾ അച്ഛനെ നോക്കാൻ എന്തായാലും ഞാനിവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. അത് കേൾക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം ആവേണം കേട്ടോ. അപ്പോഴാണ് സിസ്റ്റർ വന്നിട്ട് മെഡിസിൻ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് തുണ്ട് കൊടുക്കുന്നത്. അത് ആകാശ് വാങ്ങിച്ചിട്ട് ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ, അയ്യോ കാശ് തരാം മോനെ എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ അമ്മ പേഴ്സ് എടുക്കുവാണ് കേട്ടോ. ആകാശ് പറയുക, അയ്യോ കാശിൻ്റെ ആവശ്യമൊന്നും ഇല്ലമ്മേ, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തന്നെ വാങ്ങിച്ചോളാം. അയ്യോ അത് വേണ്ട മോനേന്ന്. സാരമില്ല അമ്മ അവിടെ നിൽക്കുക എന്നും പറഞ്ഞ് ആകാശ് നേരെ മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ മീനാക്ഷിയോട് അമ്മ പറയുക, കാശ് വാങ്ങായിരുന്നു, പാവം, അവർക്കൊക്കെ ഒരുപാട് നിവൃത്തിയുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. ഒരു കടയും വെച്ച് അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് ജീവിച്ച് പോകുന്നവരല്ലേ. ഇവിടുത്തെയും കൂടെ
ചിലവ് കയ്യിൽ നിന്ന് ചിലവാക്കാന്ന് വെച്ചാൽ വലിയ സങ്കടമാണെന്ന് പറയാം. അപ്പോൾ മീനാക്ഷി പറയാ, അമ്മേ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ കാശൊക്കെ ഉണ്ട് അമ്മ, അതൊക്കെ അമ്മയുടെ തോന്നല. ഈ കാശിൻ്റെ കാര്യമൊക്കെ അമ്മ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണരുതേ അമ്മേ. കാരണം കുറേ പണവും കാശും സ്വത്തും ഒക്കെ ഉണ്ടെന്നും കറിഞ്ഞ് നമുക്കൊരാവശ്യം വന്നാൽ ഒരു 100 രൂപ നമുക്ക് വേണ്ടി ചിലവാക്കാൻ അവർക്ക് തോന്നണമെന്നില്ല അമ്മേ. എല്ലാവർക്കും തോന്നില്ല. ഇതുപോലെ ഇടത്തരക്കാർക്കും പണക്കാരല്ലാത്തവർക്ക് മാത്രമേ ഉള്ളത് വീതം വെച്ച് എല്ലാവർക്കും കൊടുക്കാൻ തോന്നൂ. പിന്നെ ആകാശിൻ്റെ കയ്യിൽ പൈസയുണ്ട്. ആ അമ്മ പോണതിന് മുമ്പേ കുറച്ച് കാശ് കൊടുത്തിട്ടാണ് പോയത്, എല്ലാ കാര്യങ്ങളും നോക്കണമെന്നും പറഞ്ഞ്. അതാണ് ആ അമ്മ, അറിയോ? അത്രയ്ക്കും സ്നേഹമാണ് ആ കുടുംബത്തിലാണെങ്കിൽ. ഒത്തിരി അംഗങ്ങളുണ്ടമ്മേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹവും സഹകരണവും ഉള്ളവരാണ്. ഒരു ആവശ്യത്തിന് ഓടി എത്തുകയൊക്കെ ചെയ്യും. ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്? കുറേ പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യമൊന്നും ചോദിക്കുകയാണ് കേട്ടോ മീനാക്ഷി. അപ്പോഴാണ് അമ്മ പറയാം, ശരിയാ മോളെ, ഞാനും ഇതുപോലെ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ബന്ധുക്കളായാലും മറ്റുള്ളവരായാലും നോക്കാനൊക്കെ പോയിട്ടുണ്ട്. കൂടിപ്പോയാൽ 1 കിലോ ഓറഞ്ചോ ആപ്പിളോ ഒക്കെ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ ഒരു 2000 4000, അതിനപ്പുറമൊന്നും ഞാൻ കൊടുക്കാറില്ല. പക്ഷേ അതിലും വലുത് മൂല്യമായിട്ട് നമ്മളതൊക്കെ ചെയ്യണമായിരുന്നു എന്നെനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. പക്ഷേ ആ സ്ത്രീ, നിൻ്റെ അമ്മായിയമ്മ, അവർ വെറും അമ്മായിയമ്മ മാത്രമാണ്. എന്നിട്ട് പോലും അവർ ഈ ഒരു ആവശ്യം വന്നപ്പോൾ മോനെയും കൂട്ടി ഓടി എത്തിയില്ലേ? ഇത്രയും നേരം നമ്മളെ കൂടെ അവർ നിന്നില്ലേ? പോരാഞ്ഞിട്ട് ബന്ധങ്ങളെ ഇണക്കി ചേർക്കല്ലേ അവർ ചെയ്തത്. പിന്നെ കാശും കൊടുത്തിട്ട് പോയി, എല്ലാം നോക്കിക്കൊള്ളണമെന്നും പറഞ്ഞു. ഇതുപോലൊരു അമ്മ നല്ലൊരു അമ്മയല്ലേ മോളെ. ഇങ്ങനെയുള്ളവരെ കൈകൂപ്പി തൊഴണം, സത്യം എന്നവർ പറയാട്ടോ. അത് കേട്ട് മീനാക്ഷിയും തലയാട്ടോ, അതേ അമ്മയെന്ന്. അങ്ങനെ അവരവിടെ നിൽക്കുന്ന സമയത്ത് ഗോമതി നേരെ വീട്ടിലെത്തുവാട്ടോ. വീട്ടിൽ ചെന്നപാടെ ശ്രീദേവി പെടാപ്പെട്ട് ടെൻഷനാ പിടിച്ചിരിക്കുന്ന. മീനാക്ഷി കൂടെ നിക്ലസ് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോമതി വന്ന ഉടനെ പെട്ടെന്ന് ചാടി എണീറ്റ് മിത്ര ചോദിക്കുന്നുണ്ട്, അമ്മേ എങ്ങനെയുണ്ട് മീനാക്ഷി ചേച്ചിയുടെ അച്ഛന് സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് സുഖമായി, ഇനി ഒരു 1-2 ടെസ്റ്റ് കൂടെ ഉണ്ട്, പിന്നെ ചെറിയൊരു ഓപ്പറേഷൻ പോലത്തെ ഒരു സംഭവം കൂടെ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആവും. പിന്നെ എന്താ മോളെ മുഖം വല്ലാണ്ടിരിക്കണേന്ന് ചോദിക്കട്ടെ ശ്രീദേവിയുടെ. അപ്പോഴാണ് ശ്രീദേവി പറയുകയാണ്, അമ്മേ എൻ്റെ 15 പവൻ്റെ ഒരു നെക്ലസ് കാണുന്നില്ല എന്ന് പറയാം. എന്താ പറഞ്ഞ്? 15 പവൻ്റെ നെക്ലസ് കാണുന്നില്ലെന്നോ? എന്ത് നിസ്സാരമായിട്ടാണ് നീ പറഞ്ഞത്? എവിടെ പോയി? അറിയില്ലമ്മേ, ഇവിടെ തന്നെ വെച്ചിരുന്നതാ. നീ പുറത്തോട്ടെങ്ങാനും ഇട്ടുകൊണ്ട് പോയിരുന്നു? ഇല്ല അമ്മേ, എൻ്റെ അലമാരി തന്നെ ഇരുന്നു, ഞാൻ മുഴുവനും നോക്കി കണ്ടില്ല. അപ്പം മിത്ര പറയണം, അമ്മേ ഞാനും നോക്കി അപ്പച്ചി, അതിനകത്തെല്ലാം നോക്കി, ഇവിടെ ഒരിടവും കാണാനില്ല. നീ എന്താ ഈ പറയണേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകാനാ വീട്ടിനകത്തിരുന്ന സാധനം എന്ന് ഇവരെ ചോദിക്കുക കേട്ടോ. അതാ അമ്മേ എനിക്കും അറിയാത്തത്. അപ്പോഴാണ് ആനന്ദ് ഫോൺ ചെയ്യണേ കേട്ടോ. അപ്പോൾ ആനന്ദ് ചോദിക്കണേ, എന്താ ശ്രീദേവി നീ വല്ലാണ്ടിരിക്കുന്നത്, നീ കരയാണോ, എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ശ്രീദേവി പറയും, അത് ആനന്ദേട്ടാ, അത് എൻ്റെ 15 പവൻ്റെ ഒരു നെക്ലസ് ഉണ്ടല്ലോ, അത് കാണാനില്ല എന്ന് പറയും. എന്താ ശ്രീദേവി നീ പറയണത്? കാണാനില്ലെന്നോ? അത് അവിടെ എവിടെയെങ്കിലും തന്നെ കാണാം, നീ അങ്ങോട്ട് നോക്കിയെടുക്കുമെന്ന് പറയുമ്പം ഗോമതി ഫോൺ വാങ്ങിച്ചിട്ട് പറയാം, ഞാൻ സംസാരിക്കാമെന്ന്. മോനെ സ്വർണ്ണം കാണുന്നില്ലെന്ന് തന്നെ അവൾ പറയുന്നത്. നീ ഒരു കാര്യം ഒന്ന് ഇങ്ങോട്ട് വാ, നമുക്കിവിടേക്ക് ഒന്ന് എല്ലായിടും ഒന്ന് അന്വേഷിച്ചാലോ. പിന്നെ അതൊന്നും ടെൻഷൻ ആവണ്ടമ്മേ. അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്തൊക്കെ സ്വർണ്ണം ഉണ്ടെന്നോ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാനതുകൊണ്ട് കണ്ടിട്ടുമില്ല എന്ന് പറയാം. ശരി, എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് ആനന്ദ് നേരെ വീട്ടിലേക്ക് വരിക കേട്ടോ. വന്ന പാടെ തന്നെ മീനാക്ഷിയല്ല ശ്രീദേവി പൊട്ടി കരയാൻ തുടങ്ങി. ആനന്ദേട്ടാ എൻ്റെ സ്വർണ്ണം കാണുന്നില്ല എന്ന് പറഞ്ഞു. എടി അങ്ങനെയാണെങ്കിൽ ഇവിടെ വച്ച സ്വർണ്ണം എവിടെ പോവാനാ? പുറത്തോട്ടൊന്നും ഇട്ടുകൊണ്ട് പോയില്ല, ഇവിടെ തന്നെ വെച്ചു, വേറെ ആർക്കും അത് കൊടുത്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മോക്കാരേലും ഇതിനകത്ത് സംശയം ഉണ്ടോയെന്ന് ഗോമതി ചോദിക്കുക കേട്ടോ. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരെയും സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ എനിക്കത് കിട്ടണം, അതാണ് ഞാൻ ചോദിച്ചത്. മോൾ ഇവിടെ പുതിയതായിട്ട് വന്നു കയറിയതാണ്, മറ്റുള്ളവരെ എല്ലാവരുടെയും സ്വഭാവമൊന്നും ഓരോരുത്തരും എങ്ങനെയുള്ളവരെന്ന് വിശ്വസിക്കണമെന്നൊന്നുമില്ല. അപ്പം മോക്ക് ആരോടെങ്കിലും ഒരു സംശയം തോന്നുമായിരിക്കില്ലേ, നെക്ലസ് എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അങ്ങനെയൊന്നും ഇല്ലമ്മേ, എൻ്റെ സ്വർണം കാരണം ഞാൻ കാരണം ഇനിയിപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി കരഞ്ഞ് പറയാട്ടോ. എൻ്റെ മനസ്സിൽ വിചാരിക്കണേ, ഈശ്വര എൻ്റെ പൊന്നമ്മേ, അത് വെറും ഒരു മുക്ക് പണ്ട് 100-150 രൂപയേ ഉള്ളൂ, പക്ഷേ അങ്ങനെ എനിക്കിവിടെ കാണിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ജീവിതം തന്നെ തകർന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചിരിക്കണ, ദൈവമേ എന്നോട് ക്ഷമിക്കണേ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി പറയണമെങ്കിലും കരയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനം മിത്ര പറയാം, എന്തായാലും എൻ്റെ മുറിയിലൊക്കെ വന്ന് നോക്കാൻ ചേച്ചിന്ന്. ശരി, എന്നാൽ മിത്രയുടെ മുറിയും ബാക്കിയുള്ളവരുടെ മുറിയും പരിശോധിച്ചു കേട്ടോ. അവിടെ ഒന്നുമില്ല, ഈ മീനാക്ഷിയുടെ മുറി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പരിശോധിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ഗോമതി പറയാം, അത് പരിശോധിക്കാൻ വരട്ടെ, അതിനകത്ത് അപ്പോൾ ആരും ഇല്ലല്ലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കയറി പരിശോധിക്കാമായിരുന്നു. എന്തായാലും ആകാശോ മീനാക്ഷോ വീട്ടിലേക്ക് വരട്ടെ, എന്നിട്ട് അവരുടെ മുറി കയറി നമുക്ക് പരിശോധിക്കാമെന്ന് പറയാം. അപ്പോഴാണ് നമ്മുടെ മിത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനിയിപ്പോൾ
എന്തായാലും ഇവിടെ ഒരിടവും കാണാനില്ല. ഇനി എന്താ ചെയ്യുക? നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിനെ വിളിക്കാമെന്ന് പറയുമ്പോൾ ശ്രീദേവി അങ്ങ് പേടിച്ച് പറിച്ച് കയ്യിലിരുന്ന് എന്തോ തട്ടിമറിഞ്ഞു പോവാട്ടോ. എന്താ മോളെ, എന്ത് പറ്റി? ഇല്ല ഒന്നുമില്ലമ്മേ, പോലീസിനെ ഒന്നും വിളിക്കണ്ട. അതെന്താ? അല്ല, എന്തിനാ പോലീസൊക്കെ വന്ന് ഇതിനകത്തൊക്കെ കയറി ഇറങ്ങി ആകെ പ്രശ്നമായി, നമ്മളെല്ലാവരും നാണം കെട്ട്. നമുക്ക് ഇവിടെ എങ്ങനെ തന്നെ നോക്കാം അമ്മ, ഇവിടെ തന്നെ കാണും. അപ്പം ഇത്ര പറയാം. അതെങ്ങനെ ചേച്ചി? അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യും, ഈ 15 പവൻ്റെ സ്വർണ്ണം അങ്ങ് പോട്ടേന്ന് വെക്കുമെന്ന് പറയാം കേട്ടോ. അയ്യോ, പോട്ടേന്ന് വെക്കാൻ? പിന്നല്ലാണ്ട് സ്വർണ്ണം വീടിനകത്തുനിന്ന് ഒരിടത്തും പോയിട്ടില്ല. വീട്ടിനകത്ത് അലമാരയിൽ തന്നെ വെച്ചിരുന്ന സാധനം എങ്ങനെയാമേ കാക്ക കൊത്തിക്കൊണ്ട് പോവോ എന്നും ഇത്ര ധൈര്യത്തോടെ അങ്ങ് ചോദിക്കേട്ടോ. എന്തായാലും ആരും എടുക്കാനും വഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പോലീസ് വരട്ടെ, പോലീസ് വന്ന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് തന്നെയല്ലേ നല്ലതെന്ന് പറയുമ്പോൾ ശ്രീദേവി ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു പോകട്ടോ. അങ്ങനെ പോലീസിനെയൊക്കെ വിളിക്കാൻ വരട്ടെ മോളെ, എന്തായാലും അച്ഛൻ വരട്ടെ, അച്ഛൻ വന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് ഗോമതി പറയാനുണ്ട്. അങ്ങനെ ശ്രീദേവി ആനന്ദും എല്ലാവരും കൊണ്ട് ദുഃഖിച്ച് വീട്ടിലിരിക്കട്ടോ, സ്വർണ്ണം കാണാനില്ല എന്നുള്ള വിഷമത്തിൽ. ആ സമയത്ത് ആശുപത്രിയിൽ വീണ്ടും നമ്മുടെ മീനാക്ഷി അച്ഛന് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. അത് വാങ്ങി കുടിച്ചിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോളെ ഇപ്പോൾ എങ്ങനെയുണ്ട്, നിൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുക. അപ്പം മീനാക്ഷി പറയാം, കുഴപ്പമില്ല അച്ഛാ, നല്ലതായി തന്നെ പോകുന്നു. ഇന്ന് പോയില്ല, ലീവ് എടുത്തു. രാവിലെ ഞങ്ങളൊരു ട്രിപ്പ് പോകാനിടുന്നതാണ്. അപ്പോൾ അച്ഛന് വയ്യാതെ കാരണം നമ്മളത് ക്യാൻസൽ ചെയ്തെന്ന് പറയാം കേട്ടോ മീനാക്ഷി. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയായിരുന്നു മോളെ? ഇല്ലമ്മേ, ആരും പോയില്ല. എല്ലാവരും നമ്മുടെ കൂട്ടത്ത് അവിടെ തന്നെ ഉണ്ട്. അച്ഛന് വയ്യാത്ത കാരണം ആരും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അതാണ് എൻ്റെ കുടുംബം. അവിടെ എല്ലാവരും ഉണ്ട്, ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ളവരാണ്. അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുതലും സ്നേഹമായിട്ടുള്ളവരാ അച്ഛ എന്ന് പറയുമ്പോൾ അച്ഛൻ ഉടനെ പറയണം, നിൻ്റെ ഇഷ്ടത്തിന് നീ ഓടിപ്പോയി ജീവിച്ചത് താമസിക്കാൻ പോയതല്ലേ? എങ്ങനെയുണ്ട് നിൻ്റെ ജീവിതം, കുടുംബജീവിതം? സന്തോഷമാണോ അതോ അവർ നിന്നെ കൈവെള്ളയിൽ വെച്ചാണോ കൊണ്ട് നടക്കണേ എന്ന് അച്ഛൻ ഇങ്ങനെ പുച്ഛത്തോടെ ചോദിക്കുക കേട്ടോ. അപ്പം മീനാക്ഷി പറയാം, അച്ഛാ, കൈവെള്ളയിൽ വെച്ചും സ്വർണ്ണത്തളികയിൽ വെച്ച് ആഹാരം തരാനൊന്നും ഈ ലോകത്ത് ആരെയും പറ്റത്തില്ല. എന്നാലും ഞാൻ ഭാഗ്യവതിയാണ് ഇതുപോലൊരു കുടുംബത്തിൽ വന്ന് കയറാൻ പറ്റിയതും. ഇപ്പം തന്നെ ഈ ഒരു ആവശ്യം വന്നപ്പോൾ എല്ലാവരും ഓടിയെത്തി. കണ്ടില്ലേ അച്ഛാ, ഇത് മതി, ഇതാണ് നമുക്ക് വേണ്ടത്. അതൊക്കെ പോട്ടെ, നീ സന്തോഷവതിയാണല്ലോ, അത് മതി അച്ഛാ, എനിക്കിതിലും കൂടുതൽ വലുത് പിന്നെ വേറെ എന്താ എന്നിങ്ങനെ മീനാക്ഷി പറയാം. അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഭർത്താവ് ആകാശ്, അവൻ്റെ ജോലി എങ്ങനെയുണ്ട്? കടയിൽ പോകുന്നുണ്ട്, കുഴപ്പമില്ല, വരുമാനം നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്ന് പറയാം. അവിടെ കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു കുടുംബം മുഴുവൻ എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റും എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷി പറയാം, അത് അച്ഛൻ്റെ വെറും തോന്നലാണ് അച്ഛാ. അവിടുത്തെ അച്ഛൻ ആ ഒരു ഗോമതി സ്റ്റോർ കൊണ്ട് ആ വീട് എത്ര കൃത്യമായിട്ട് അളന്നും തൂക്കിയും കൊണ്ടുപോകുന്ന അച്ഛനറിയോ? അതുകൊണ്ട് നമ്മളവിടെ സന്തുഷ്ടരാണ്, ഞാൻ അവിടെ സന്തോഷവതിയാണ് എന്ന് പറയാം. പിന്നെ ആകാശ് തൽക്കാലം ഇപ്പോൾ അവിടെ തന്നെയാണ് പോകുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ആകാശിന് എന്തെങ്കിലും പുരോഗതി വേണമെന്നോ പുതിയൊരു ജോലി വേണമെന്നോ അവന് ആഗ്രഹമുണ്ടോ? ഇപ്പോൾ ചെയ്യുന്ന ജോലി സന്തോഷമുള്ളതാണല്ലോ അച്ഛാന്ന് പറയാം. ആയിരിക്കാം, ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയും ചെയ്യാം. അതിന് പുരോഗതി ഉണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കുക. ഒരു പുരോഗതി ഇല്ലാതെ ഒരിടത്ത് കിടന്നിട്ട് എന്താ കാര്യം? നമ്മുടെ ജീവിതത്തിന് പുരോഗതി വേണ്ടേ മോളെ? ശരിയാണ് അച്ഛാ, ആ ഒരു കാര്യം എന്തായാലും ഞാനിത് മനസ്സിൽ കുറിച്ചിടും. അച്ഛൻ പറഞ്ഞത് ആകാശിനെ കൊണ്ട് ഞാനത് ചെയ്യിക്കുകയും ചെയ്യും. ആകാശം ഇതിൽ നിന്നും ഉയർന്ന നിലയിൽ എത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അച്ഛാ, അതിനു വേണ്ടി ഞാൻ പ്രയത്നിക്കും. അച്ഛൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിലുണ്ടാവും എന്ന് പറഞ്ഞ് നിൽക്കാട്ടോ. അപ്പോഴാണ് ആകാശം ഓടിക്കൊണ്ട് വന്നിട്ട് പറയാം, നിങ്ങൾ രാവിലെ മുതൽ ഒരു വെള്ളം പോലും കഴിക്കാണ്ട് ഇവിടെ ഇരിക്കുകയല്ലേ? അമ്മയും മീനാക്ഷിയും കൂടെ ചെല്ല്, വാ, അവിടെ ക്യാൻറ്റീൻ അടയ്ക്കാറായി, നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, വേണ്ട മോനെ, നീ പോയി കഴിച്ചാൽ മതി, എനിക്കൊന്നും ഇറങ്ങത്തില്ല എന്ന് പറയാം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, പോയേ പറ്റത്തുള്ളൂ. എന്നാൽ മോന് മീനാക്ഷിയും കൂടെ ചെല്ലുമെന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് ഏത് പാതിരാത്രി വേണമെങ്കിൽ എവിടെ പോയി ഫുഡ് കഴിക്കാം, കുഴപ്പമില്ല. ഇതിപ്പോൾ നിങ്ങൾ സ്ത്രീകൾ എവിടെ പോകാനാ? ഇനിയിപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീൻ മാത്രമേ ഉള്ളൂ, അതിനിപ്പോൾ രാത്രിയായി അടയ്ക്കും, അതിന് മുമ്പ് പോയി കഴിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞു വിടുക. അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും വേണ്ടി? അതിനെന്താ, ഞാനിവിടെ ഇരുന്നോളാം. മോനത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? അച്ഛൻ അവിടെ ബെഡിൽ കിടക്കുന്നു, ഞാനിപ്പുറത്തിരിക്കുന്നു, അതാണോ ബുദ്ധിമുട്ട്? ശരി, എന്തായാലും നിങ്ങൾ പോയിട്ട് വന്നു പറഞ്ഞാൽ അവർ രണ്ടുപേരോട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അച്ഛന് പെട്ടെന്ന് ചുമ വരുന്നുണ്ട് കേട്ടോ. വല്ലാത്തൊരു ചുമയായിരുന്നു. അങ്ങനെ ആകാശം ഓടി വന്നിട്ട്, അയ്യോ അച്ഛാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഭാര്യ എന്തെങ്കിലും ചോദിക്കുകയാണ്. അവർ രാവിലെ മുതലേ പട്ടിണിയായിരുന്നു അച്ഛാ, ഒന്നും കഴിച്ചില്ലാണ്ട് ഞാൻ കഴിക്കാനായിട്ട് പറഞ്ഞു വിട്ടു എന്ന് പറയാം. അത് നന്നായി മോനെ. ശരി, അച്ഛൻ എന്താ ബുദ്ധിമുട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ എന്നോട് തുറന്നു പറഞ്ഞോ, ഞാൻ ചെയ്തോളാം, ഒരു വിഷമവും വിചാരിക്കണ്ട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അച്ഛൻ പറയണം, മോനെ, എനിക്ക് നല്ല തണുക്കുന്നുണ്ട്, വല്ലാത്തൊരു കുളിരും തോന്നുന്നുണ്ട്, ഒന്ന് മൂടിത്തരണമെന്ന് പറയാണ്. അങ്ങനെ ആകാശം അത് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിക്കട്ടെ. എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.